മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് വചനവിചനത്തിനായിട്ട് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത്. ഒന്നാമതായിട്ട് അന്ധന്മാരെ സുഖപ്പെടുത്തുന്ന ഈശോ, രണ്ടാമതായിട്ട് ഊമനെ സുഖപ്പെടുത്തുന്ന ഈശോ, മൂന്നാമതായിട്ട് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്ന ഈശോ. യേശുവിൽ വിശ്വസിച്ചവർ സൗഖ്യം പ്രാപിച്ചു എന്നത് നാം കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗത്ത് അന്ധന്മാരുടെ വിശ്വാസം കൊണ്ടാണ് അവർ സൗഖ്യം പ്രാപിച്ചത്. രണ്ടാം ഭാഗത്ത് ഊമനെ കൊണ്ടുവന്ന ജനങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് ആ ഊമൻ സൗഖ്യം പ്രാപിച്ചത്. എന്നാൽ മൂന്നാം ഭാഗമായ വിളവിൻ്റെ നാഥനിൽ നാം കാണുന്നത് യേശുവിന് ജനങ്ങളുടെ മേൽ അനുകമ്പ തോന്നുക എന്നുള്ളതാണ്. 36-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരായിരുന്നു എന്ന്. 9-ാം അധ്യായത്തിൽ നാം ഉടനീളം കാണുന്നത് ഈശോയുടെ അനുകമ്പയാണ്. ഒന്നാമതായിട്ട് ഈശോയുടെ അനുകമ്പ നാം കാണുന്നത് ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. രണ്ടാമതായിട്ട് നാം കാണുന്നുണ്ട് ഈശോ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത്. മൂന്നാമതായിട്ട് 12 വർഷം രക്തസ്രാവം പിടിപെട്ട സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. നാലാമതായിട്ട് നാം ആദ്യം കണ്ടതുപോലെ ഊമനെയും അന്ധരെയും സുഖപ്പെടുത്തുന്നു. 1938 ഡിസംബർ മാസത്തിൽ ഒരു സംഭവം നടന്നു. റോബർട്ട് വിൻറ്റൺ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഹോളിഡേ എന്ന് പറയുന്ന ആ ഒരു വിനോദയാത്ര ഉപേക്ഷിച്ച് തൻ്റെ കൂട്ടുകാരൻ സഹായിച്ചിരുന്ന അഭയാർത്ഥി കേന്ദ്രത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം കണ്ടുമുട്ടുന്നത് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന അനേകം കുടുംബാംഗങ്ങളെയാണ്. അവരുടെ സ്ഥിതി വളരെയധികം പരിതാപകരമാണ്. ഇത് കണ്ട് അദ്ദേഹത്തിന് അവരോട് അനുകമ്പ തോന്നുകയാണ്. ആ അനുകമ്പ തോന്നിയതിൽ പ്രകാരം അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടുകയാണ്. അപ്പോൾ മാസങ്ങളോളം അദ്ദേഹം ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ സമയവും കഴിവും ഉപയോഗിച്ചു തുടങ്ങി. ആദ്യം അദ്ദേഹം ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ലിസ്റ്റുകൾ എടുത്തു. പിന്നീട് ഗ്രേറ്റ് ബ്രിട്ടനിലേക്കുള്ള അഭയാർത്ഥികളുടെ എൻട്രി വിസ അദ്ദേഹം ശരിപ്പെടുത്തി. മൂന്നാമതായിട്ട് കുട്ടികളെ ഏറ്റെടുക്കുവാൻ സമ്മതമായിട്ടുള്ള ബ്രിട്ടൻ ഫാമിലിയെ അദ്ദേഹം കണ്ടെത്തി. നാലാമതായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് മുൻനിർത്തിയ ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് എല്ലാം അദ്ദേഹം പൂർത്തീകരിച്ചു. 1939 മാർച്ചിനും ഡിസംബറിനുമിടയിൽ അദ്ദേഹം ലണ്ടനിലേക്കുള്ള 8 ട്രെയിൻ സർവീസുകൾ ഒരുക്കി. അതിൽ ഏതാണ്ട് 669 കുട്ടികളെ ലണ്ടനിലേക്ക് യാത്രയായി അദ്ദേഹം അയച്ചു. വിൻറ്റൺ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ കാര്യം തൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞിരുന്നില്ല. അദ്ദേഹം അതെല്ലാം തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു. 50 വർഷങ്ങൾക്ക് ശേഷം 1988 തൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഏതാനും ചില പുസ്തകങ്ങൾ എടുത്തു നോക്കിയപ്പോൾ ഈ 669 കുട്ടികളുടെ പേരും അതോടൊപ്പം അവരുടെ ഫോട്ടോയും കണ്ടു. അങ്ങനെയിരിക്കെ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ അദ്ദേഹം കാണികളിൽ ഒരാളായി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്നത് അദ്ദേഹം അയച്ച 50 കുട്ടികളായിരുന്നു എന്നത് അദ്ദേഹം അറിഞ്ഞില്ലായിരുന്നു. എന്നാൽ പരിപാടിക്കിടയിൽ ഈ കാര്യം അനൗൺസ് ചെയ്തപ്പോൾ അദ്ദേഹം വളരെയധികം സ്തബ്ധനായി എല്ലാവരും എഴുന്നേറ്റ് കൈയടിച്ച് അദ്ദേഹത്തെ സാദരം ആശംസിക്കുകയാണ് ചെയ്തത്. അതേ പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിൻ്റെ ജീവിതം അനുകമ്പ നിറഞ്ഞതായിരുന്നു. ഇദ്ദേഹവും ഈശോയെപ്പോലെ ആളുകളെ നോക്കി, ജനക്കൂട്ടത്തെ നോക്കി. തൻ്റെ സുഖമേഖലകൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന് തൻ്റെ വെക്കേഷൻ പോകാമായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് ഈശോയെപ്പോലെ അദ്ദേഹം ജനക്കൂട്ടത്തെ നോക്കി അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തൻ്റെ സുഖമേഖലകൾ ഉപേക്ഷിച്ചു. യാതൊരു ഫലപ്രാപ്തിയും കൂടാതെ തൻ്റെ ജീവിതം, തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിച്ചു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് സിമ്പതിയിൽ നിന്നും എമ്പതിയിലേക്കായിരിക്കണം നമ്മുടെ ജീവിതം.
അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എമ്പതി നിറഞ്ഞ ജീവിതവുമായി മറ്റുള്ളവരോട് അനുകമ്പപൂർവ്വം പെരുമാറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.